ബദിയടുക്കയിൽ കടവരാന്തയിൽ കിടന്നിരുന്ന പശുവിനെ കാറിൽ മോഷ്ടിച്ചു കടത്തിയ കേസിൽ മൂന്നാം പ്രതിയും പോലീസിന്റെ പിടിയിലായി. മംഗളൂരു ജോക്കട്ട സ്വദേശിയായ മുഹമ്മദ് അഷ്ഫാഖിനെയാണ് ബദിയടുക്ക പോലീസ് ഇൻസ്പെക്ടർ RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റു പ്രതികളായ റാസിഖ്, മുഹമ്മദ് ഇർബാസ് എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. ജൂൺ 16 പുലർച്ചെ 1 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കന്യപ്പാടി റഹ്മത്ത് മൻസിലിൽ KM മുഹമ്മദിന്റെ വീടിന് മുന്നിലെ കടവരാന്തയിൽ കെട്ടിയിട്ടിരുന്ന പശുവിനെയാണ് സംഘം കാറിലാക്കി കടത്തിക്കൊണ്ടുപോയത്. പ്രദേശത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. രാത്രിയിൽ കാറിലെത്തുന്ന പ്രതികൾ കടവരാന്തയിൽ കിടക്കുന്ന പശുവിനെ ബലമായി കാറിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് പ്രതികൾ വലയിലായത്. കേസിലെ 1ഉം 2ഉം പ്രതികളായ ജോക്കട്ട സ്വദേശി റാസിഖ്, ഉള്ളാൾ അളിക്കെ സ്വദേശി മുഹമ്മദ് ഇർബാസ് എന്നിവരെ ജൂലൈ 4 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിലായിരുന്ന മൂന്നാം പ്രതി മുഹമ്മദ് അഷ്ഫാഖ് പിടിയിലാകുന്നത്. ബദിയടുക്ക ഇൻസ്പെക്ടർക്കൊപ്പം ASI പ്രസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗോകുൽ, സിവിൽ പോലീസ് ഓഫീസർ ശ്രീനേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.